ഹലോ എല്ലാവരും, നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ്. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി നോക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. പഠനത്തിന് കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും. ലൈ ഓട്ടോ ഇങ്ക് ആഡർ ടിക്കർ LI. ഈ അവലോകനം 2025 ഏപ്രിൽ 05 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷൻ ല ഓട്ടോ ഇങ്ക് ഉപവിഭാഗത്തിൽ പെടുന്നു. ഇലക്ട്രിക് 59 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ ടേബിൾ കാണാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ആകെ ഫലം 10.6.5. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 3.1 പോയിന്റാണ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം US വിപണിയിൽ മൊത്തത്തിൽ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.9 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. സ്കോറിനെതിരെ 6.5 പോയിന്റുള്ള ഓട്ടോയിങ് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. ല ഓട്ടോയിങ് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. ലെ ഓട്ടോ ഇങ്ക് ആഡർ -23.7% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ 39.9%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം ലെ ഓട്ടോ ഇങ്ക് ആഡർ $19.3 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $854 ബില്യൺ. ലൈ ഓട്ടോ ഇങ്ക് 2.228% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $7.34 ബില്യൺ. 101 ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം. ലൈ ഓട്ടോ ഇങ്ക് ആഡർ 7.242% വിഹിതമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ല ഓട്ടോ ഇങ്ക് ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 2.228%. ബാലൻസ് ഷീറ്റ് മൂലധനം 7.242%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 225% കൂടുതലാണ്. ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത്. 1 പോയിന്റ്. പഠനത്തിന് കീഴിലുള്ള കമ്പനിയുടെ കടബാധ്യതകൾ $1.68 9 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 23%. കമ്പനിയുടെ കടബാധ്യതകളുടെ തലത്തിൽ ഫലം നല്ലത്. 1 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം 17 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 0 ആണ്. ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ മികച്ചതാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്സ്ചേഞ്ച് വില അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത്. 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $1118 മില്യൺ. വരുന്ന 12 മാസത്തെ ഭാവി വരുമാനം $1464 മില്യൺ. ഇപ്പോഴുള്ളതിനേക്കാൾ 30.9% കൂടുതൽ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത്. 0.5 പോയിന്റ്. കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം 0.9 ആണ്. 5.9 എന്ന ഉപവിഭാഗ ശരാശരിയേക്കാൾ 85% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള വിപണി മൂല്യത്തിന്റെ വിലയിരുത്തൽ നല്ലത്. 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $20,090 മില്യൺ.
വരുന്ന 12 മാസത്തെ ഫോർവേഡ് വരുമാനം $26,300 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 31% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന അളവുകളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 5.6%. ഉപവിഭാഗത്തിന്റെ ശരാശരി -7.5%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 13.1%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 0%. ഇത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ഒരു വിഹിതത്തെക്കാൾ കുറവാണ്. ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിപണി വില കാണിക്കുന്നു. ലാ ഓട്ടോ ഇൻക്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനത്തിന്റെ തുക $0,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് $4,857,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 100%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും മൂലധനത്തിന്റെ അളവ് കണക്കാക്കുന്നു. സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന് കമ്പനിയുടെ ലാഭം $0,000. ഉപവിഭാഗത്തിലെ ശരാശരിക്കൊപ്പം -$61,700. ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കും ശരാശരി തമ്മിലുള്ള വ്യത്യാസം $62,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതം $0,000. ഉപവിഭാഗം പ്രകാരം $819,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 100%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പന അളവ് കണക്കാക്കൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 3.6%. ഉപവിഭാഗ ശരാശരി 3.6%. ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ്. സാങ്കേതിക സൂചകം റിസ് 14 കമ്പനിക്ക് 34% ലെവൽ കാണിക്കുന്നു. ലാ ഓട്ടോ ഇൻക് ആഡർ. ഉപവിഭാഗത്തിന് ഈ നില 39%. ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾ പോലെ തന്നെ ഉദ്ധരിക്കുന്നു. ലാ ഓട്ടോ ഇൻക് ആഡർ. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $23.06 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $34.01 ആണ്. യഥാർത്ഥ വിലയുടെ ചലനാത്മകതയും സമവായ പ്രവചനവും ഏകദേശം 47%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ മൂല്യനിർണ്ണയം അടിസ്ഥാനമാക്കി ലാ ഓട്ടോ ഇൻക്. സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവര സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഒരു ഓഹരിക്ക് $23.07 എന്ന നിരക്കിൽ ഒരു വാങ്ങൽ കരാർ തുറക്കുക. കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യമുള്ളതിനാലാണ് കരാർ തുറന്നത്. മൂല്യനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് സംഘടനയെ വിലയിരുത്തിയത്. അക്കിമിന്റെ സൂചിക ലാഭം 27.29 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 18.85 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 മെയ് 05 സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി അവസാനിക്കും. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ NIO ഒരു കൗണ്ടർ ബാലൻസിംഗ് സെയിൽ ട്രേഡ് ആയിരിക്കും. ബാലൻസിംഗ് ഓർഡറിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കും.
ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം സ്വയമേവ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. ഗുരു മാർക്കറ്റ്സ്.